എന്തിനാണ് ഇത് ചെയ്തതെന്നുള്ള എക്സാക്ട് കാര്യം? ഈ കാര്യം വേറെ ഒന്നുമല്ല. ഇവരെ വീട്ടില്, അതായത് കഴിഞ്ഞ അവൾ അനിയറ്റെന്ന് പറയുന്നത് ഇവരെ വീട്ടിൽ അങ്ങോട്ടും കൂടെ സംസാരം നടന്നു. അതായത് അമ്മയച്ഛനും അങ്ങോട്ടും കൂടെ സംസാരം നടന്നു. ഇപ്പൊ അമ്മയച്ഛനും സംസാരം നടന്നപ്പം അതിന്റെ ഇടയിൽ കയറി അതിന്റെ ഇടയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം കാര്യങ്ങളായപ്പോൾ അവൾ അച്ഛൻ പറയുന്നത് നീ കുറെ നാളുകൊണ്ട് നിന്റെ ഓരോ അവസ്ഥകൾ നമ്മൾ കണ്ടോണ്ടിരിക്കാൻ, അത് കണ്ട് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് ഇവളും തിരിച്ച് വീട്ടില് എന്തോ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഷയം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു പെൺകുട്ടി +2 തോറ്റു എന്നുള്ളൊരു കാര്യം പറയുന്നു. അതിന് കൃത്യത ഇപ്പോഴും ഇല്ല. ചില ആളുകൾ 90% മാർക്കോട് കൂടി ജയിച്ചു എന്നും പറയുന്നു. അതൊരു വ്യക്തത ഇല്ലാത്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ വീട്ടിനകത്ത് ഈ ഒരു പെൺകുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഈ പ്രണയവുമായി ബന്ധപ്പെട്ടതോ അങ്ങനെ എന്തോ ഒരു ബഹളം നടക്കുന്നതിനിടയിൽ പെൺകുട്ടി ഇടപെടലുകൾ നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് നീ ഇനിയൊന്നും മിണ്ടണ്ട, നീ മിണ്ടിയോടത്തോളം മതി എന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞത്. ഈ ഒരു ശബ്ദ സന്ദേശം നിങ്ങളിപ്പോൾ കേട്ടത് ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ അനുജന്റെ സുഹൃത്ത് ഒരാൾക്ക് കോൾ ചെയ്തതാണ്. ഓക്കെ, അതായത് ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ അനുജന്റെ സുഹൃത്ത് അയാൾ പറഞ്ഞത് വെച്ചാൽ വീട്ടിലുണ്ടായ ഒരു പ്രശ്നം, ആ പ്രശ്നത്തിൽ ഈ ഒരു പെൺകുട്ടി ഇടപെടലുകൾ നടത്തിയപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ആ അച്ഛൻ അവരെ വഴക്ക് പറഞ്ഞു. അതിൻ്റെ ആ ഒരു വിഷമത്തിൽ കയറി അങ്ങ് തൂങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് പുറത്തുനിന്നുള്ള ആളൊന്നുമല്ല, സ്ലാങ് കേട്ടാൽ തന്നെ അറിയാം, ആ നാട്ടുകാരൻ തന്നെ, ആ ഒരു കൂട്ടുകാരൻ. ഓക്കെ, അപ്പോൾ വീട്ടിലുണ്ടായ പ്രശ്നമാണ് ഇതിന് കാരണം എന്ന് മനസ്സിലായി. സോഷ്യൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഇവരെ ആരൊക്കെയോ സോഷ്യൽ മീഡിയയിൽ വൃത്തികേടുകൾ പറഞ്ഞു, അതുകൊണ്ട് തൂങ്ങി എന്ന് പറയുന്ന ഒരു തുടക്കത്തിലെ വാർത്ത അതായിരുന്നു. പിന്നീട് അത് അവരുടെ കുടുംബക്കാർ തന്നെ നിഷേധിച്ചു. അങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരം സോഷ്യൽ ബുള്ളിങ് വഴിയാണ് ആത്മഹത്യ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളുടെ ഹെലനോ സ്പാർട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവരൊക്കെ ആദ്യം തന്നെ തൂങ്ങേണ്ടതായിരുന്നു അല്ലേ. അവരൊക്കെ കേട്ടത് വളരെ മോശപ്പെട്ട വാക്കുകളാണ്, അവർക്കൊക്കെ ഉണ്ടായ വളരെ മോശപ്പെട്ട അനുഭവങ്ങളാണ്. അവരൊന്നും ചെയ്തിട്ടില്ല. അപ്പം അത്രയും മാത്രമൊന്നും ഈ പെൺകുട്ടി ഉണ്ടായില്ല. പിന്നെ അത് കമ്പയർ ചെയ്യാനുള്ളൊരു കാരണമുണ്ട്. ഹെലനോ സ്പാർട്ട ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് അല്ലേ. അതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടി ഭയങ്കര ബോൾഡാണ്, എൻ്റെ മകള് ഭയങ്കര സ്ട്രോങ് ആണെന്ന് ഈ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ ആളുകൾ പറയുന്നൊരു കാര്യം വെച്ചാൽ ഇയാൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു സങ്കടമോ മുഖത്ത് കാണുന്നില്ല. ഒരു പെൺകുട്ടി മരണപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മകള് നഷ്ടപ്പെടുക, അവരുടെ മുഖത്ത് ആ ഭാവമില്ല, സങ്കടം തോന്നുന്നേ ഇല്ല എന്ന് പറയുന്നു. ചില ആളുകൾക്ക് അങ്ങനെയാണ്. അവരുടെ സ്നേഹം, അവരുടെ ഇഷ്ടം, അവരുടെ സങ്കടങ്ങൾ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത ചില ആളുകളുണ്ട്. അതുകൊണ്ട് അത് കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും ഈ അന്വേഷണത്തിൽ കൃത്യത ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബിനോയ് ചെയ്ത് തെറ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. കാരണം അതായത് മൈനർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ശാരീരിക ബന്ധത്തിന് ഉപയോഗിക്കലല്ല, രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് നടന്ന ഒരു ശാരീരിക ബന്ധം. ഇത് പ്രണയിനികളും കാമുകന്മാരൊക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇതിൽ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ ഒരു ജനറേഷനിലുള്ള ആളുകൾക്ക് ഇതൊക്കെ കൃത്യമായിട്ട് കുറച്ചും കൂടി നല്ല ധാരണ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ബിനോയുടെയും ഇതേപോലെ മരണപ്പെട്ട ആദിത്യയുടെയും ഒരു സുഹൃത്തായിട്ടുള്ള ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ളതാണ്. അവർ പറയുന്ന ഒരു ശബ്ദം അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കേൾക്കാം. ഞാനിപ്പോൾ ഓൺ വോയിസ് വീഡിയോ കണ്ടെന്ന് വെച്ചാൽ എനിക്ക് കുറേ പേര് റീൽസ് ഷെയർ ചെയ്യുന്നു ബിനോയുടെ കേസ് റിലേറ്റഡ് ആയിട്ട്. എന്നിട്ട് എന്നെ മെൻഷൻ ഇടുന്നുണ്ട് കമൻറ്റിൽ, നിൻ്റെ ഫ്രണ്ട് അല്ലേ അവനിപ്പോൾ പീഡന കേസിലകത്തായി, ഇപ്പോൾ നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ ഇതിന് വേണ്ടി മാക്സിമം ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവൻ്റെ വീട്ടുകാർക്കും അഡ്വക്കേറ്റിനൊക്കെ വോയിസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ പറയുന്നത് വെച്ചാൽ മൈനറായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അവർ സമ്മതത്തോടെ കൂടെ ചെയ്തതാണ്. പക്ഷേ അവൾ മൈനർ ആയതുകൊണ്ട് പീഡനം കേസാക്കി എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം എൻ്റെ ഒരു ഡൗട്ട് ഇതാണ്, ന്യൂസിൽ വന്നൊരു കാര്യം, അവൻ പലതവണ റിസോർട്ടിൽ കൊണ്ടുപോയി അവളെ പീഡിപ്പിച്ചു എന്നാണ്. അപ്പോൾ എൻ്റെ ഡൗട്ട് ഇതാണ്, 17 വയസ്സുള്ള കുട്ടിക്ക് ഏത് റിസോർട്ടാണ് കൊടുക്കുന്നത്? എൻ്റെ അറിവിൽ 18 വയസ്സിന് പ്രായപൂർത്തിയായവർക്ക് മാത്രമേ റൂം കൊടുക്കത്തുള്ളൂ. 17 വയസ്സിൽ ഒരു റിസോർട്ടും കൊടുക്കത്തില്ല എൻ്റെ അറിവിൽ. പിന്നെ അങ്ങനെ ഒരു റിസോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞ എൻ്റെ ഡൗട്ടാണ്, 17 വയസ്സിലാണ് റിസോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 18 വയസ്സിന് റിസോർട്ട് എടുത്തെങ്കിൽ അതെങ്ങനെ പീഡനമാവും? അവരും പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് സെക്ഷൽ ചെയ്ത പീഡനമാവുമെന്നാണ്. അതായത് 17 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾക്ക് എങ്ങനെയാണ് റൂം കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ആ ഒരു പയ്യൻ 20 എബോ ആണ്, 20 വയസ്സിന് മുകളിലാണ് പ്രായം. അവൻ്റെ ആധാർ കാർഡ് മാത്രം മതിയാകും ഒരു റൂം എടുക്കാൻ. 2 പേരുടെയും ആധാർ കാർഡ് വാങ്ങി വെക്കുന്ന ആ ഒരു പരിപാടിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ ചോദിച്ചാൽ അതൊക്കെ വിരലിൽ എണ്ണാവുന്ന സ്ഥലങ്ങളിലേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആള് റൂം എടുക്കുമ്പോൾ റൂമിൻ്റെ എടുക്കുന്ന സമയത്ത് ആധാർ കാർഡ് കാണിച്ചിട്ടുണ്ടാവും. പെൺകുട്ടിയുടെ ആധാർ കാർഡ് കാണിക്കേണ്ടതായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അല്ലാതെ ഇനി വേറെ വല്ല നിയമം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങനെ റൂം മൈനർ ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കില്ല അല്ലെങ്കിൽ അങ്ങനെ കിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യം അത് അത്ര വലിയ ഒരു സംഭവമായിട്ടൊന്നും എടുത്തു പൊക്കി പറയേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. ബിനോയും ആ ഒരു പെൺകുട്ടിയും പ്രണയമായിരിക്കുന്ന സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സർവ്വസാധാരണമായിട്ടുള്ള പ്രകൃതി നിയമമായിട്ടുള്ള കാര്യമാണ്.
ഇവിടെ മറ്റൊരു നിയമം ഇരിക്കുന്നത് എന്താ വെച്ചാൽ മൈനറായ പെൺകുട്ടിയുമായിട്ടാണ് ബന്ധപ്പെട്ടത്. സ്വാഭാവികമായിട്ട് അതൊരു പീഡനമായി മാറും. പോക്സോയാണ് കേസ്. പയ്യൻ എന്തായാലും ഈ ഒരു കേസിൽ, ഈ ഒരു കാര്യത്തിൽ പെൺകുട്ടിയെ എന്താ പറയുക, ഈ ഒരു രീതിയിൽ മരണത്തിലേക്ക് തള്ളിവിടാനും മാത്രമുള്ള കാര്യങ്ങൾ ഇല്ലായിരുന്നു എന്ന തരത്തിൽ വേണമെങ്കിൽ നമുക്ക് കൂട്ടി വായിക്കാൻ പെൺകുട്ടിയുടെ മരണമൊഴിയല്ല, ആ മരിക്കുന്ന സമയത്ത് സൂയിസൈഡിന് സമയത്ത് എഴുതി വെച്ചിട്ടുള്ള ആ ഒരു സംഭവം. അതിൽ പെൺകുട്ടി ബിനോയുടെ പേര് എവിടെയും പരാമർശിക്കുന്നില്ല. അപ്പോൾ എന്താണ് ആ മരണത്തിൽ, എന്താണ് എഴുതിയ ആത്മഹത്യക്കുറിപ്പ് എന്ന് നമുക്ക് അറിയുകയും ഇല്ല എന്നുള്ളത്. അത് പുറത്തേക്ക് വിട്ടിട്ടില്ല, പുറത്തു വരും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ പൂർണ്ണമായിട്ടും ഈ ഒരു കാര്യത്തിൽ ബിനോയ്, അതുപോലെ ആദിത്യയുടെ ഫാമിലി, ഇവരെ പൂർണ്ണമായിട്ടും ഒരാളെ തലയിൽ മാത്രം ഒന്നും ഇട്ട് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പെൺകുട്ടി സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കാരണം പഠനത്തിൽ കുറച്ച് പിന്നോക്കം നിന്നു. പ്രണയമുണ്ടായിരുന്നു. പ്രണയം വീട്ടുകാർ തന്നെ ഒരു ജോലിയൊക്കെ ആയതിനു ശേഷം മതിയായിരുന്നു, അല്ലെങ്കിൽ മതി എന്ന് പറഞ്ഞ് ഒരു സ്വാതന്ത്ര്യം അവിടെ കൊടുത്തു ഈ ഒരു പയ്യന്. ആ പയ്യൻ അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് കയറി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അവരത് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പയ്യന് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് പ്രണയമുണ്ടായിരുന്നു, ഞാനത് ഇടയ്ക്ക് വെച്ച് കണ്ടിരുന്നു എന്ന് പെൺകുട്ടിയുടെ അനുജൻ പറയുന്നു. ഒരു പെൺകുട്ടിയൊത്ത് ഒരു പയ്യൻ ഇരിക്കുന്നത് മുഴുവൻ പ്രണയമാണ് എന്ന് പറയുന്നത് മണ്ടത്തരം, മഹാവിഡ്ഢിത്തരാണെന്നുള്ളതാണ് അല്ലേ. എൻ്റെ കൂടെ ഒരു പെൺകുട്ടിയെ കാണുകയാണെങ്കിൽ പുറത്തുനിന്ന് കാണുന്ന ഒരാൾ അത് പ്രണയമാണ്, എൻ്റെ കാമുകിയാണ് എന്ന് സ്ഥിരീകരിക്കാനോ അത് സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് കൂട്ടി വായിക്കാനോ നിങ്ങൾക്ക് അതിന് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചേച്ചിയുമൊത്ത് പ്രണയം വേർപെട്ട സമയത്ത് വേറൊരു പെൺകുട്ടിയുമായിട്ട് ഇവനിത് തന്നെ നിരന്തരം പണിയായിരുന്നു എന്നാണ് ഈ ഒരു അനുജനായിട്ടുള്ള പയ്യൻ പറയുന്നത്. ഒരു പ്രണയം എന്ന് പറയുന്ന സാധനം അങ്ങനെ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന ഒരു സംഭവമൊന്നുമില്ല. ഈ ഒരു ജനറേഷൻ്റെ അവസ്ഥ എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സംഭവം പോയോണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൂർണ്ണമായിട്ടും ബിനോയിയെ തകർക്കാൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പൂർണ്ണമായിട്ടും പെൺകുട്ടി മോശക്കാരിയാണ് എന്ന് ചിത്രീകരിക്കാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പ്രണയം ഏതൊരു നിമിഷത്തിലാണെങ്കിലും അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാധനം സെക്സ് ഉണ്ട്. അതിന് സെക്സ് ഉണ്ട്, നിർബന്ധമായും സെക്സ് ഉണ്ടാകും. ഇനി ദിവ്യ പ്രണയങ്ങൾക്ക് സെക്സ് ഉണ്ടാവില്ല എന്ന് പറയുന്നത്, ദിവ്യമായ പ്രണയത്തിനും മധുര്യമേകാൻ സെക്സ് നിർബന്ധമായിട്ടുള്ള സാധനമാണ്. അപ്പം അതിനെ കുറ്റം പറയാനൊന്നും ആർക്കും അവകാശമില്ല, അതിന് കഴിയില്ല, അത്ര തന്നെയാണ് അല്ലേ. ഇപ്പം പൂർണ്ണമായിട്ടും ഈ ഒരു പെൺകുട്ടിയെ നമുക്ക് അടിച്ചാക്ഷേപം കഴിയും. എൻ്റെ വീടിൻ്റെ അടിയിൽ ഒരുപാട് ആളുകൾ വൃത്തികേടുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് ആ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ്. ആ കുട്ടിക്ക് പ്രായമായിട്ടില്ല എന്നുള്ളതും, പക്ഷെ ആ കുട്ടിക്ക് പ്രായത്തിന് മുകളിലുള്ള പക്വത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് പറയുന്നു. പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഈ വീട്ടുകാരറിയില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഈ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ കുട്ടിയുടെ എന്താ പറയുക, ഈ ഒരു മെൻസസ് പീരീഡൊക്കെ ബ്രേക്ക് ആവും അല്ലേ. അപ്പോൾ അതൊക്കെ വീട്ടുകാരെ അറിയേണ്ടതാണ്. പീഡനമാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള കാര്യം, പീഡനം ഒരിക്കലേ സംഭവിക്കൂ. രണ്ടാമത് നടക്കുന്നത് പീഡനമായിട്ട് കരുതാൻ കഴിയില്ല. കാരണം കെട്ടിയിട്ടിട്ടോ സ്വന്തം വീട്ടിൽ അടച്ചിട്ടിട്ടോ ചെയ്ത കാര്യങ്ങളല്ല, വല്ലപ്പോഴൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പീഡനം എന്ന് നമുക്ക് അതിനെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ നിയമം എന്ത് ചെയ്യാനാ, നമുക്കൊന്നും പറയാൻ കഴിയില്ല അല്ലേ. ഓക്കെ, അപ്പോൾ പ്രണയിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, തേക്കാനാണെങ്കിൽ മനഃപൂർവ്വം അങ്ങനെ ഉപയോഗിച്ച് തള്ളുന്ന ഒരു പരിപാടി അത് ആരും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടിലുണ്ടായ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ആ കുട്ടിയെ ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ വീട്ടുകാർ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ മനസ്സിൽ ഇങ്ങനെ കിടന്ന് വിങ്ങുന്നത് കൊണ്ടൊക്കെ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാകാം ഈ ഒരു ആത്മഹത്യ. ഈ ഒരു ആത്മഹത്യയുടെ പിന്നിൽ ശരിക്കും നല്ല അന്വേഷണങ്ങൾ വരണം. അല്ലെങ്കിൽ വെറും ആ ഒരു പോക്സോ കേസ് പിടിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് പോയി അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ളതല്ല. ഏതൊരാളുടെയും മരണത്തിൻ്റെ പിന്നിൽ, ആത്മഹത്യക്ക് പിന്നിൽ വേറെ വല്ല ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് കൃത്യമായ ശിക്ഷകൾ വാങ്ങി കൊടുത്തേ ഒക്കുള്ളൂ. കാരണം നമ്മൾ ഇന്ത്യയിൽ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ കൂട്ടുകാരനായിട്ടുള്ള ആ ഒരു പയ്യൻ്റെ ശബ്ദ സന്ദേശം അത് നമ്മൾ കാര്യമായിട്ട് തന്നെ എടുക്കണം. കാരണം അത് അങ്ങനെയാണ് ആ ശബ്ദ സന്ദേശം. കാരണം ആ ഒരു പെൺകുട്ടിയുടെ അനുജൻ ഈ കൂട്ടുകാരനോട് പറഞ്ഞ അതിനടിസ്ഥാനത്തിലാണല്ലോ ആ ഒരു പയ്യൻ ഈ ഒരു കറക്റ്റ് കാര്യം പറഞ്ഞത് അല്ലേ. അതായത് വേറൊരാളെ കൊണ്ട്, ബിനോയുടെ കൂട്ടുകാരനെ കൊണ്ടല്ല അത് പറയിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു വിഷയത്തിൽ ഇനി മറ്റുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും പുറത്ത് വന്നിട്ടുമില്ല. ഇനി ആളുകൾ ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യുക എന്നല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു സംഭവം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ്.